ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ടാണ് ഹെൽമെറ്റ്. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ പ്രോസസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ എത്ര നേരം ഇരുട്ടിലായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ലെഫ്റ്റിൽ കാണുന്നത് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനാണ്. ഈ ഗ്രാമത്തിലെ പോലീസ് സ്റ്റേഷൻ. മദ്യവും സിഗരറ്റും മാത്രം വിൽക്കുന്ന ഒരു കടയാണിത്. കണ്ടോ, 10 ഡിഗ്രി താഴെയാണ്. 8ഓ 7ഓ അങ്ങനെ കണ്ടാണ്. ഇന്നും വളരെ മോശം കാലാവസ്ഥയാണ് ടോക്കിയോയിൽ. നമ്മളിപ്പോൾ അതിരാവിലെ അല്ല ഗൈസ്, നമ്മൾ 9 മണിയായി. നമ്മൾ ഫ്യൂജി ഫിലിമിൻ്റെ ഫാക്ടറിയിലേക്ക് പോവുകയാണ്. അഷിഹാര എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഈ ബസ്സിലാണ് എല്ലാവരും പോകുന്നത്. കുറേ ആൾക്കാരുണ്ട്. മുമ്പിലത്തെ സീറ്റ് ഭയങ്കര കൺജസ്റ്റഡ് ആണ്. പുറകിൽ നമുക്കിവിടെ എക്സ്ട്രാ ലെഗ് റൂം സീറ്റ് ഉണ്ട്. അപ്പോൾ ഞാനും രഞ്ജിത്തേട്ടനും കൂടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. യെസ്, ഇവിടെ നിന്ന് 2 മണിക്കൂർ യാത്രയാണ് നമുക്ക്. ഇവരുടെ ഈ ബസ്സുകളുണ്ടല്ലോ, ഈ ബസ്സുകളിൽ ഇത് ഇവിടെ താഴെ ഈ ഭാഗത്തായിട്ട് ഇവരൊരു ഹീറ്റിംഗ് സിസ്റ്റം വെച്ചിട്ടുണ്ട്. കണ്ടോ, ഈ കാണുന്നത് ചൂട് കാറ്റാണ് ഇവിടെ നിന്ന് വരുന്നത്. ഒരു ഹീറ്റിംഗ് സിസ്റ്റം എന്തോ ആണ് വെച്ചിരിക്കുന്നത്. പിന്നെ പുറത്ത് തണുപ്പാണല്ലോ. അതേ സമയത്ത് ഇവിടെ മുകളിൽ ഇതിൻ്റെ മുകളിൽ നിന്ന് സാധാരണ എയർ സർക്കുലേഷന് വേണ്ടിയുള്ള എയറും വരുന്നുണ്ട്. ഇത് തണുത്ത എയറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തെ എയറാണ്, വലിയ AC അല്ല. അങ്ങനത്തെ രീതിയിലാണ് ഇവർ ഈ ബസ് കൊണ്ടു നടക്കുന്നത്. നല്ല പോലെ കുറേ നേരം ഒരു 1.5 മണിക്കൂർ ഇരുന്ന് ഉറങ്ങിയെന്ന് തോന്നുന്നു. കുറച്ച് 1.5 മണിക്കൂർ ഉറങ്ങിയെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ എവിടെയോ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എക്സ്പ്രസ് ഹൈവേയിൽ നിന്ന് നമ്മുടെ ബസ് എക്സിറ്റ് എടുത്ത് ഇപ്പോൾ ഏതോ ഒരു ചെറിയൊരു സിറ്റിയാണോ ടൗണാണെന്ന് അറിയില്ല, ചെറിയൊരു സ്ഥലത്തോട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ യമമോട്ടോ അങ്ങനെ എന്തോ ആണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ യമമോട്ടോ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ബസ്സിൽ വന്നിറങ്ങി. അപ്പോൾ ഇതൊരു പഴയ ഒരു ഗ്രാമം, ഒരു ടിപ്പിക്കലൊരു വില്ലേജ്, അതുപോലത്തെ ഒരു സ്ഥലമാണ്. വരുന്ന വഴിക്കൊക്കെ നമ്മൾ കണ്ടതൊക്കെ അതുപോലത്തെ വീടുകളും ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ മൊത്തം ഫ്യൂജി ഫിലിമിൻ്റെ ഏരിയയാണ്. 1934 ആരംഭിച്ച കമ്പനിയാണല്ലോ ഫ്യൂജി ഫിലിം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കെട്ടിടത്തിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമ്മൾ ലൈറ്റായിട്ട് ഇവിടെ നിന്ന് ലഞ്ച് കഴിക്കും. അതിന് ശേഷമാണ് നമ്മൾ ഫാക്ടറിയിലേക്ക് പോകാൻ പോകുന്നത്. ഫാക്ടറിയിൽ വീഡിയോ എടുക്കാൻ പറ്റൂല ഗൈസ്. ഫ്യൂജി ഫിലിം നിഷിമോൻ, ഇത് ഇവിടുത്തെ ഫ്യൂജി ഫിലിം ഫാക്ടറിയുടെ മുമ്പിലത്തെ ബസ് സ്റ്റോപ്പാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ പുറകിൽ കാണുന്ന അതാണ് ഫ്യൂജി ഫിലിമിൻ്റെ ജപ്പാനിലെ ഫാക്ടറികളിൽ ഒന്ന്. അപ്പോൾ നമ്മൾ ഇവിടേക്കാണ് നമ്മൾ കാണാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഫുൾ മഴയായതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനൊരു വലിയൊരു മൂഡും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ചെറിയൊരു ഡ്രസ്ലിംഗ് ഉണ്ട്. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു 1/2 മണിക്കൂർ സമയമുണ്ടെന്ന് പറഞ്ഞു. നല്ല മനോഹരമായിട്ടുള്ള ജാപ്പനീസ് ഗ്രാമങ്ങളിലെ വീടുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ കൂട്ടത്തിലുള്ള 2 ഫോട്ടോഗ്രാഫർമാർ പറമ്പിനകത്തോട്ട് കയറി പോകുന്നുണ്ട് ഫോട്ടോ എടുക്കാനാണെന്നും പറഞ്ഞുകൊണ്ട്. ഇതൊക്കെ കാണുമ്പോഴത്തേക്കിനും ആർക്കാണെങ്കിലും ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ തോന്നൂലേ? അങ്ങനത്തെ ഒരു വൈബുള്ള സ്ഥലമാണ്. നമ്മുടെ ഒരു നാട്ടിൻ പ്രദേശം പോലുള്ള ഒരു സ്ഥലം. നമ്മുടെ ടോക്കിയോ നഗരത്തിൽ നിന്ന് ഏകദേശം ഒരു 2 മണിക്കൂർ മാറിയാണ് ഈ ഒരു സ്ഥലമുള്ളത്. അപ്പോൾ ഇവിടെ ഈ ലെഫ്റ്റിൽ കാണുന്നത് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനാണ്, ഈ ഗ്രാമത്തിലെ പോലീസ് സ്റ്റേഷൻ. പിന്നെ അതിൻ്റെ മുമ്പിൽ എന്തോ ഒരു ഫയർ അലാമോ അങ്ങനെ എന്തോ ഒരു സാധനമാണിത്. ഉണ്ടോ, ഇതാണ് ഇവിടുത്തെ ജപ്പാനിലെ ഒരു ഗ്രാമത്തിലെ പോലീസ് സ്റ്റേഷൻ, പോലീസ് ഔട്ട് പോസ്റ്റ് പോലെ എന്തോ ഒരു സംഭവമാണ്. ഇത് കണ്ടില്ലേ, മുമ്പിലൊരു പോലീസിൻ്റെ വണ്ടിയും ഒരു 2 വീലറും കിടപ്പുണ്ട്. ഇത് ഇവിടുത്തെ ഒരു ചെറിയൊരു കടയാണ്. ഈ കടയിൽ നമുക്ക് ഈ വെച്ചിരിക്കുന്നതൊക്കെ പലതരത്തിലുള്ള ഇവരുടെ മദ്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ മനോഹരമായിട്ട് അടിപൊളിയായിട്ട് വെച്ചിരിക്കുന്ന കാണാൻ സാധിക്കും. മദ്യവും സിഗരറ്റും മാത്രം വിൽക്കുന്ന ഒരു കടയാണിത്. അപ്പോൾ ഈ കടയുടെ മുമ്പിൽ ഇത് കണ്ടില്ലേ, ഇതുപോലത്തെ കുറേ കസേരകൾ ഇട്ടിരിക്കുന്നത്. കസേരയല്ല, ഈ മറ്റേ കുപ്പിയുടെ ഇതിൻ്റെ മേളിൽ ഇത് ഇവിടുത്തെ ആളുകൾക്ക് ഇരുന്ന് സിഗരറ്റ് വലിക്കുന്നതിന് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്, സെറ്റപ്പാണ്. കണ്ടില്ലേ, അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇത്തരത്തിൽ പല ആൾക്കാർ ഇവിടെ അതിലിരുന്ന് സിഗരറ്റൊക്കെ വലിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഈ കടയുടെ മുമ്പിൽ സിഗരറ്റ് വെൻഡിങ് മെഷീനാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ, സിഗരറ്റ് പോലും ഇവർ വെൻഡിങ് മെഷീനിൽ വെച്ചിട്ടാണ് വിൽക്കുന്നത്. കടയിലും കിട്ടും, പക്ഷെ പുറത്തും കിട്ടും. എന്നിട്ട് അവിടെ എഴുതിയും വെച്ചിട്ടുണ്ട് Under 20 ഇത് ഉപയോഗിക്കാൻ പാടില്ല. Under 20 ഉള്ള ആൾക്കാർ എടുക്കത്തില്ലായിരിക്കാം, മേ ബി. അത് എങ്ങനെയാണെന്നും നമുക്കറിയില്ല. അവിടെ അങ്ങനെ ഒരു സാധനം കണ്ടോ. അത് സിമ്പിളാണ് ഈ പരിപാടി. ഇവിടെ ഈ കാണുന്ന ഇതിനകത്തോട്ട് കോയിൻസോ പൈസയോ നോട്ടോ എന്താണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനകത്ത് ലൈറ്റ് കത്തുന്ന സ്ഥലത്ത് പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഏത് സിഗരറ്റിൻ്റെ പാക്കറ്റാണോ വേണ്ടത് അത് കിട്ടും. അപ്പോൾ അത് ഏതൊക്കെ പാക്കറ്റ് ഇതിനകത്ത് അവൈലബിൾ ആണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്യാമൽ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ സിഗരറ്റ് കാണാം. പിന്നെ ക്യാമലിൻ്റെ തന്നെ പല ടൈപ്പ് സിഗരറ്റ്സ് ഇവിടെ കാണാം. പിന്നെ വിൻസ്റ്റൺ ഉണ്ട്, മെവിയസ്, ക്യാമലിൻ്റെ തന്നെ
എനിക്കറിയത്തില്ല, എഴുതിയിരിക്കുന്നതൊക്കെ കണ്ടില്ലേ, അതായത് ബ്ലെൻഡ് ഓഫ് ഫൈൻ ടുബാക്കോസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. ക്രാഫ്റ്റ്, മെന്തോൾ, അങ്ങനെ പല സംഭവങ്ങളാണെന്ന് തോന്നുന്നു. മേവിയസിൻ്റെ തന്നെ കുറേ ടൈപ്പ് സാധനങ്ങളുണ്ട്. പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ പാർലമെൻ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു സിഗരറ്റ് ഉണ്ട്. പാർലമെൻറ്റ്, ലാർക്ക്, ഇതിനെല്ലാം ഒന്നും അവൈലബിൾ അല്ലെന്ന് തോന്നുന്നു. ഈ ലൈറ്റ് കത്തി കിടക്കുന്നതൊക്കെ മാത്രമാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ മാൾബ്രോ, കെൻഡ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സിഗരറ്റുകൾ വിൽക്കുന്ന ഒരു വെൻഡിങ് മെഷീൻ. ഇവിടുത്തെ ഒരു ചെറിയൊരു ഗ്രാമത്തിൽ പണ്ട് ആരംഭിച്ച ഒരു സംഭവം, അതാണ് ഇപ്പോൾ ലോകം മുഴുവൻ എന്താ പറയുക വലിയൊരു ക്യാമറ കമ്പനിയായി മാറിയത്. കനകാവ എന്ന് പറഞ്ഞ ഒരു വില്ലേജിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കനകാവ വില്ലേജിൽ നമ്മളിപ്പോൾ ആ ഫാക്ടറിയുടെ സമീപത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബസ്സിൽ. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ ഇറങ്ങുന്ന ആൾക്കാരൊക്കെ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഈ ബാക്കി കാണുന്ന ഈ ബിൽഡിംഗ് കണ്ടോ, ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് ഇവർ ഫ്യൂജി ഫിലിമിൻ്റെ ഫിലിം പണ്ട് കാലത്തൊക്കെ നമ്മൾ കിട്ടിക്കൊണ്ടിരുന്ന, ഇപ്പോഴും മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന ഫിലിം മാനുഫാക്ചർ ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് ഈ കാണുന്ന ബിൽഡിങ്ങിലാണ്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റില്ല, കാരണം അതിനകത്ത് അവർ ഡാർക്കാക്കി വെക്കേണ്ട ആവശ്യമുണ്ട് ഫിലിമൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി. അതുകൊണ്ട് നമുക്ക് അകത്ത് കയറി കാണാൻ പറ്റില്ല. വേറെ എവിടെയൊക്കെ നമ്മൾ അകത്ത് കയറ്റി കാണിക്കുന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ പുറത്തിറങ്ങി നിന്ന് ഫോട്ടോ എടുത്തോളാൻ പറഞ്ഞിട്ടു. അപ്പോൾ ഇവിടെ എല്ലാവരും ഫ്യൂജി ക്യാമറയുമായിട്ട് വന്ന ആൾക്കാരൊക്കെയാണ് എല്ലാവരും. ഓൾമോസ്റ്റ് എല്ലാവരുടെയും കയ്യിൽ ഫ്യൂജിയുടെ ക്യാമറയൊക്കെ തന്നെയാണ്. അത് വെച്ചിട്ട് എല്ലാവരും ഇവിടെ വന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു വീഡിയോ എടുത്തു. അങ്ങനെ ഞങ്ങൾ ഫ്യൂജി ഫിലിമിൻ്റെ അഷിഗാര സൈറ്റിലെ കനകാവ ഫാക്ടറിയിലേക്ക് വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ബസ്സിൽ വന്ന ആൾക്കാരെല്ലാവരും വന്ന് കയറുന്നുണ്ട്. ഇഷ്ടംപോലെ എന്നെ പോലെ തന്നെ വീഡിയോ എടുക്കുന്ന ആൾക്കാർ വേറെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അതാണ് സംഭവം. കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ കാണുന്ന ഈ സംഭവം കണ്ടോ, ഇതാണ് ഇവരുടെ ഫ്യൂജി മൗണ്ടൻ എന്ന് പറയുന്നത്, മൗണ്ട് ഫ്യൂജി എന്ന് പറയുന്നത്. ഈ മൗണ്ട് ഫ്യൂജിയുടെ, അതായത് ഈ കാണുന്ന മൗണ്ടൻ്റെ പേരാണ് ഈ കമ്പനിക്ക്. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കവാസാക്കിയും അതേപോലെ തന്നെ യൊക്കഹാമയൊക്കെ ഇവിടുത്തെ സ്ഥലപ്പേരുകളാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു മലയുടെ പേര്, ആ മലയുടെ പേരാണ് നമ്മൾ ലോകമെമ്പാടും അറിയുന്ന ഫ്യൂജി ഫിലിം എന്ന് പറയുന്ന കമ്പനി. നമുക്കിപ്പോൾ ഫസ്റ്റ് ഇവരെന്തോ ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് പോലെ എന്തോ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പം അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഇവിടെ ഫ്യൂജി ഫോട്ടോ ഫിലിം കമ്പനി ലിമിറ്റഡ് എന്നും പറഞ്ഞുകൊണ്ട് ഫ്യൂജിയുടെ ഒരു ലോഗോയും മറ്റ് സംഭവങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ഒരു പണ്ടത്തെ ആ ഒരു ഫലകം, അത് ഇവരിവിടെ വെച്ചിട്ടുണ്ട്. ദ ഫോമർ ഹെഡ് ഓഫീസ് ബിൽഡിംഗ്, ആ പഴയ ഹെഡ് ഓഫീസ് ബിൽഡിങ്ങിൻ്റെ ഫോട്ടോയും അവിടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ ഇവരുടെ കുറേ പഴയ കാലത്തെ കുറേ ക്യാമറകളും അതേപോലെ തന്നെ പഴയതാണെന്ന് തോന്നിയ, പഴയതും പുതിയതൊക്കെ ആയിരിക്കും, അത്ര പുതിയതൊന്നും അല്ല, എന്നാലും പഴയതൊക്കെ തന്നെയാണ്. ഫിലിമിൻ്റെ ബോക്സുകളും മറ്റുമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. കണ്ടോ, നമ്മളെ ഇൻസ്റ്റാ മിനിയൊക്കെ ഇരിക്കുന്നുണ്ടോ, ഇൻസ്റ്റാ മിനി ഇരിപ്പുണ്ട്. പിന്നെ ഇത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഈ അസ്റ്റാ ലിഫ്റ്റ് എന്ന് പറയുന്നത് ഇവരുടെ ഒരു കോസ്മെറ്റിക് ബ്രാൻഡാണ്. അപ്പോൾ ഈ കോസ്മെറ്റിക് പ്രോഡക്റ്റുകളും ഫ്യൂജി ഫിലിം എന്ന് പറഞ്ഞ കമ്പനി ഇറക്കുന്നുണ്ട്. അതിൻ്റെ പേര് അസ്റ്റാ ലിഫ്റ്റ് എന്നാണ്, അസ്റ്റാ ലിഫ്റ്റ്. ഞങ്ങളിപ്പോൾ ഫാക്ടറി ടൂറിന് വന്നിരിക്കുകയാണ്. ഇവിടെ എല്ലായിടത്തും ഒന്നും ഫോട്ടോയും വീഡിയോ എടുക്കാൻ പറ്റില്ല. എടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് ഞാൻ കാണിച്ചു തരാം. ഇത് കൊലകൊമ്പൻ ഫാക്ടറിയാണ്, ഒരു രക്ഷയില്ല. നടന്ന് ഒരുപാട് തെറിക്കും അകത്ത് കയറി കഴിഞ്ഞാൽ. വഴി തെറ്റി കഴിഞ്ഞാൽ തീർന്നതല്ല. എനിക്ക് എന്തൊക്കെ സെറ്റപ്പ് നോക്ക്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ആറാണ്ടിയുടെ ഭാഗമായിട്ട് ഉള്ള ഇവരുടെ ഒരു ഫോട്ടോ ലൈബ്രറിയിലാണ്. അതായത് വർഷങ്ങൾ പഴക്കമുള്ള, വർഷങ്ങൾക്ക് മുൻപ് മുതൽ ഇവർ ചെയ്തു വരുന്ന ഇവരുടെ ഫോട്ടോസും, അതായത് ഓരോ ഫിലിമൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേയധികം ഫോട്ടോസും മറ്റുമൊക്കെ എടുക്കുമല്ലോ. അപ്പോൾ അത്തരത്തിൽ എടുക്കുന്ന ഫോട്ടോസ്, ട്രയൽ അടിക്കുന്ന സാധനങ്ങൾ, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെയാണ്, അതൊക്കെയാണ് ഇവിടെ ഈ ഫയലുകളിൽ സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പഴയ കാലത്തെ ആ ഒരു ഫിലിമിങ് ടെക്നോളജി ആണല്ലോ, നമ്മുടെ ഫിലിം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോട്ടോ എടുക്കുന്ന പരിപാടികൾ. അപ്പോൾ ആ ടെക്നോളജികളുടെ കുറേ സംഭവങ്ങളെ പറ്റിയൊക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കും. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് എല്ലാം ഡിജിറ്റലായില്ലേ, പക്ഷേ പണ്ട് അങ്ങനെ ആയിരുന്നില്ലല്ലോ. 1934 നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഏരിയയിൽ ഫ്യൂജി ഫിലിമിൻ്റെ ഈ ഒരു ഫാക്ടറി ആരംഭിച്ചത്. ആ സമയത്ത് ശരിക്കും ഇതൊരു വിജനമായൊരു പ്രദേശമായിരുന്നു. പിന്നീട് ഇതൊരു വലിയൊരു ടൗൺഷിപ്പായി മാറുകയാണ് ഉണ്ടായത്. ഈ ഒരു സ്ഥലത്ത് കാണുന്ന ഈച്ച് ആൻഡ് എവറി ബിൽഡിങ്ങുകളും വീടുകളും ഈ ഫാക്ടറി ആരംഭിച്ചതിന് ശേഷം ഇവിടെ വന്നതാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവിടെ ഇങ്ങനെ ഒരു ഫാക്ടറി തുടങ്ങുന്നതിൻ്റെ മെയിൻ റീസൺ അവർ പറഞ്ഞത്, നമ്മുടെ മൗണ്ട് ഫ്യൂജി എന്ന് പറയുന്ന ആ ഒരു മൗണ്ടൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ ഇവിടെ നല്ല ശുദ്ധമായ വെള്ളം കിട്ടും. ഈ പ്രോസസ്സിങ്ങിനും മറ്റുമൊക്കെ ആയിട്ട് നല്ല ഫിൽട്ടർ ചെയ്ത് നല്ല അടിപൊളി വെള്ളം വേണം. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ ലൊക്കേഷൻ അവർ തിരഞ്ഞെടുത്തതെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഒരു ഫാക്ടറി വന്നതോടുകൂടി ആ ഒരു സ്ഥലം എത്രയധികം ഡെവലപ്പായി, എത്ര ആളുകൾക്ക് ജോലി, അങ്ങനെയൊക്കെയല്ലേ. ഇങ്ങനെയൊക്കെ തന്നെയാണ് ലോകത്തിൻ്റെ പല ഭാഗത്തും ഓരോ സംഭവങ്ങളും ഇൻഡസ്ട്രികളും വരുന്നത്. ഇതൊക്കെ കണ്ടില്ല, ഇതൊക്കെ എന്തൊക്കെയോ ബിൽഡിങ്ങുകളാണ്. എനിക്ക് ഇതൊക്കെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് സംഭവങ്ങളാണെന്ന് തോന്നുന്നു കണ്ടിട്ട്.
ഓരോരോ ബിൽഡിങ്ങുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ 3 ക്യാമറകൾ തമ്മിലുള്ള ഫോട്ടോസ് കമ്പയർ ചെയ്തിരിക്കുകയാണ്. ഈ നടുക്കിരിക്കുന്നത് ഫിജി കളർ, മറ്റത് കോമ്പറ്റീറ്റർ എ, കോമ്പറ്റീറ്റർ ബി. അപ്പോൾ ഈ 3 ഫോട്ടോസ് തമ്മിൽ ഇവർ എന്തൊക്കെയാണ് അതിൻ്റെ വ്യത്യാസം എന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടി കമ്പയർ ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ് കാണുന്നത്. അത്തരത്തിലുള്ള കുറേ കമ്പാരിസൺ ചിത്രങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഡിജിറ്റൽ ചിത്രങ്ങളല്ല, ഇതൊക്കെ ഫിലിം ഡെവലപ്പ് ചെയ്തെടുത്ത് പ്രിൻ്റ് എടുത്ത ചിത്രങ്ങളാണ്. ശരിക്കും ഈ ഫയൽസിനകത്ത് എന്താണ് ജിദ്രു? ഇത് ഫിലിം റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്തത് അതിന്റെ പിന്നിലുള്ള കാര്യങ്ങളാണ്. ശരി, ഫോട്ടോസ് അല്ലല്ലേ? ഞാൻ ഫോട്ടോസ് പ്രിന്റ് എടുത്ത് വെച്ചിരിക്കുകയാണെന്നാണ് കരുതിയത്. എങ്ങനെ അവര് ആ ഫിലിമിന്റെ സിമുലേഷൻ കറക്റ്റ് കളർ സയൻസിലേക്ക് എത്തണു. എന്റെ അമ്മ മൊത്തം സ്റ്റാറ്റിസ്റ്റിക്സും ഗ്രാഫും ഒക്കെ ആണല്ലോ അതിനകത്ത്. അത് കോൺഫിഡൻഷ്യൽ ഡോക്യുമെന്റ്സ് ആണ്, എനിക്കത് വീഡിയോയിൽ കാണിക്കാൻ പറ്റത്തില്ല. സംഭവം അതെ, പണ്ട് സയൻസ് ക്ലാസ്സിൽ പോലും ഞാൻ ഇത്രയ്ക്ക് ശുഷ്കാന്തിയോടെ കണ്ടിട്ടില്ല. നോക്കി എന്റെ അവസ്ഥ നോക്ക്. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഈ സംഭവങ്ങളൊക്കെ, എങ്ങനെയാണ് ഫോട്ടോയിൽ ചിത്രം പതിയുന്നത്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അത് കാണുന്നത് എൻ്റെ ബേസിക്, പിന്നെ ബാക്കിയുള്ള എല്ലാ റിസർച്ച്. ഈ സംഭവം കണ്ടില്ലേ, ഇത് വല്ല വൈറസിൻ്റെ സംഭവമാണ് നിങ്ങൾ കരുതിയോ? ഇല്ല, നിങ്ങൾ തെറ്റി. നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആ ഫിലിമില്ലേ, ഫോട്ടോ ഫിലിം, ആ ഫോട്ടോ ഫിലിമിൻ്റെ ഇൻ്റർസെക്ഷനാണ് ഈ കാണുന്നത്. കണ്ടോ? ഇനി എവിടെയോ പോകുന്നൊരു സ്ഥലമുണ്ട്, നമ്മൾ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് വേണം പോകാൻ. ഹെൽമെറ്റൊക്കെ വെച്ചിട്ടാണ് ഹെൽമെറ്റ്. ഒരു ഫോട്ടോ ഫിലിം ഫാക്ടറി എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അതിൻ്റെ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് കയറാൻ പറ്റുന്നുള്ളൂ. അവിടെയൊക്കെ കയറുമ്പോൾ നമുക്ക് കാണുന്ന കാഴ്ചകൾ, ഒരു ഫിലിം ഉണ്ടാക്കുന്നതിന് വേണ്ടി അതിൻ്റെ പുറകിൽ എത്രത്തോളം കഷ്ടപ്പാടുകളുണ്ടായിരുന്നു, ഓരോ ഇന്നോവേഷൻസിനും അതിൻ്റെയൊക്കെ പുറകിൽ എത്ര കഷ്ടപ്പാടുകൾ ഉണ്ടെന്നുള്ളത് നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്നു കഴിയുമ്പോൾ മനസ്സിലാവും. അയ്യോ രക്ഷയില്ല കേട്ടോ. കുറേയൊക്കെ ഇവർ പറഞ്ഞു തരുന്നുണ്ട്, ചിലതൊക്കെ നമുക്ക് മനസ്സിലാവും, ചിലതൊക്കെ നമുക്ക് മനസ്സിലാവൂല. പക്ഷേ അതെന്തായാലും മൊത്തത്തിൽ സംഭവം കൊള്ളാം, ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. നമ്മളിനിയിപ്പം ഫോട്ടോ ലാബിൽ പോവാണ്. ആക്ച്വലി നമ്മൾ സേഫ്റ്റി സംഭവങ്ങളൊക്കെ പാലിക്കേണ്ടതായതുകൊണ്ട് നമ്മൾ ഈ കോട്ടും പിന്നെ കണ്ണടയും ഗ്ലൗസും ഒക്കെ ഇട്ടിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പോയിട്ട് ഒരു ഫോട്ടോ പ്രോസസ് ചെയ്യാൻ വേണ്ടി പോവാണ് അല്ലേ? ഒരു മോണോക്രോം ആണോ? മോണോക്രോം ഫോട്ടോ അത് ലാബിൽ പോയിട്ട് നമ്മൾ പ്രോസസ് ചെയ്യും. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഗ്ലൗസ് ഇട്ടു, കണ്ണട വെച്ച്, കോട്ടിട്ട്. എൻ്റെ പൊന്നെ, നിങ്ങൾ ശരിക്കും ഞങ്ങൾ പണ്ട് മുമ്പേ അവിടെ പോയപ്പോൾ ഫിസിക്സ് ക്ലാസ് ഓർമ്മ വന്നു, ഇപ്പം കെമിസ്ട്രി ലാബ് ഓർമ്മ വരുന്നു. ഇത് എന്തുവാ, പണ്ട് മര്യാദയ്ക്ക് ക്ലാസ്സിൽ പോലും ഇങ്ങനെയൊന്നും പോയിട്ടില്ല. അതൊക്കെ പിന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പൊന്നെ നോക്കി. അടിപൊളി. ഇതാണ് നമ്മുടെ ലാബ്. അപ്പോൾ നമ്മൾ ഇവിടെ പ്രോസസ്സിങ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും ഉണ്ട്, ഉണ്ടല്ലേ? എന്തൊക്കെയാണ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് ഫോട്ടോസൊക്കെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്കറിയാം എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ളത്. ഉണ്ട്, അതിൻ്റെ ലൈറ്റും കാര്യങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അത് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ഇവിടെ. മൗണ്ട് ഫ്യൂജി ആൻഡ് ട്രെയിൻ, ഈ കാണുന്ന ചിത്രമാണ് നമ്മൾ ഇന്ന് എന്തോ ചെയ്യാൻ പോകുന്നത്. എന്ത് സംഭവം എന്നാലോചിക്ക്. നമ്മൾ ഫിജി ഫിലിമിൻ്റെ, അതായത് ഈ ഫിലിം ഉണ്ടാക്കുന്ന കമ്പനിയിൽ വന്നിട്ട് നമ്മൾ ഈ സാധനം ചെയ്യാൻ പോവാം. ഓ, അപ്പോൾ ഞങ്ങൾ ഫോട്ടോ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. പക്ഷേ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കരുത്, കാരണം എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഫ്ലാഷോ മറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെ പ്രോസസ്സിങ്ങിനെ ബാധിക്കും. അതുകൊണ്ടാണ് വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞ് അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് ബാക്കി ഇനി എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കട്ടെ. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ എത്ര നേരം ഇരുട്ടിലായിരുന്നു. നമ്മൾ ഇവിടെ ഫിജി ഫിലിമിൻ്റെ ഫാക്ടറി വന്നിട്ട്, അതായത് ഈ ഫിലിമൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ വന്നിട്ട് അവരുടെ ഫോട്ടോ പേപ്പറിൽ നമ്മൾ ഇവിടെ ഫോട്ടോ പ്രോസസ്സ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ആ ഒരു മോണോക്രോം ചിത്രം. അടിപൊളിയല്ലേ? ഇത് എങ്ങനെ പരിപാടി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഒരു മെഷീനകത്ത് ആദ്യം ഇതിൻ്റെ ഒറിജിനൽ പേപ്പറുണ്ട്, ഇതേപോലത്തെ ഒരു പേപ്പർ ഇവിടെ അടിയിരിപ്പുണ്ട്. അതെടുത്തിട്ട് ഇവിടെ വയ്ക്കണം, എന്നിട്ട് ഇത് അടയ്ക്കണം, എന്നിട്ട് ഈ സ്വിച്ച് ഞെക്കണം. സ്വിച്ച് ഞെക്കി കഴിഞ്ഞിട്ടൊരു 4 സെക്കൻഡ് അപ്പോഴത്തേക്കും ഇതിൽ എന്തൊക്കെയോ സംഭവിക്കും. അപ്പം നമ്മൾ ഇതിനകത്തൊന്നും കാണത്തില്ല. എന്നിട്ട് ആ സാധനം എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഈ ഡെവലപ്പർ ലിക്വിഡിനകത്ത് നമ്മൾ ഈ ഫോട്ടോ പേപ്പറും അതിനകത്ത് 1 മിനിറ്റ് മുക്കിയിടുക. മുക്കിയിട്ട് കഴിയുമ്പോഴത്തേക്കിനും ഇതേപോലെ തെളിഞ്ഞു വരും. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് ഇപ്പുറത്തുള്ള സ്റ്റോപ്പ് ലിക്വിഡിനകത്ത് 20 സെക്കൻഡ്സ് മുക്കിയിടുക. അപ്പം അവിടെ ഒന്നും സംഭവിക്കത്തില്ല, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, പക്ഷെ നമുക്ക് ഫിസിക്സ് കാണുന്ന രീതിയിലൊന്നും സംഭവിക്കുന്നില്ല. അവിടെ ശരിക്കും ആ ഡെവലപ്പിംഗ് പ്രോസസ്സ് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ആ ലിക്വിഡിനകത്ത് ഇടുന്നത്. എന്നിട്ട് അപ്പുറത്ത് ഫിക്സിംഗ് എന്ന് പറഞ്ഞ മറ്റൊരു ലിക്വിഡ് ഉണ്ട്, അതിനകത്ത് 3 മിനിറ്റ് ഇടുക. എന്നിട്ട് പിന്നെ അപ്പുറത്ത് വെള്ളത്തിൻ്റെ സംഭവം ഉണ്ട്, ആ വെള്ളത്തിനകത്ത് ഒരു 5-10 മിനിറ്റ് ഒക്കെ ഇടുക.
പിന്നെ എടുത്തിട്ട് തൂക്കിയിട്ട് ഉണക്കുന്ന കണ്ടിട്ടില്ലേ പണ്ട്, അതിങ്ങനെ തൂക്കിയിട്ട് ഉണക്കിയെടുത്ത് സെറ്റാക്കി. അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ അവർ നമുക്ക് ഇതൊരു സുവനീർ പോലെ നമുക്ക് തരും. അതായത് ഫിജി ഫിലിമിന്റെ കമ്പനിയിൽ വന്ന് നമ്മൾ പ്രോസസ് ചെയ്ത് നമ്മളെടുത്ത ഫോട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്ത ആ ചിത്രം. നമ്മൾ വെളിച്ചത്തിൽ വന്നപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കുന്നു. നമ്മൾ സുജിത് ഭക്തൻ എന്ന് പറഞ്ഞ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതിനിപ്പോൾ നമുക്ക് കവറിനകത്തൊക്കെ ഇട്ട് വീട്ടിൽ കണ്ടോ. ഇത് മുകളിൽ ഈ പാട് വന്നത് ഞാനത് ആ മെഷീനിൽ ഫിക്സ് ചെയ്ത സമയത്ത് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തില്ല, ചരിഞ്ഞു പോയി. അതാണ് ആ പാട് വന്നത്. ബാക്കി മൊത്തത്തിൽ കൊള്ളാം, അടിപൊളിയല്ലേ. നമ്മളിപ്പോൾ കോട്ടിംഗ് റൂമിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഇത് പറഞ്ഞ ഹെൽമെറ്റൊക്കെ വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. കോട്ടിംഗ് റൂം. അതായത് നമ്മൾ എത്തിയിരിക്കുന്നത്, നമ്മൾ ഈ ഫിലിം എന്ന് പറഞ്ഞ് കാണുന്നതിൽ ഇതിപ്പം ഫിലിമിൽ വരുന്ന ഇത് പ്ലാസ്റ്റിക് ഷീറ്റാണ്, കണ്ടില്ലേ? ഈ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മേളിൽ ഇവിടെ കുറേ മിക്സ് ഓഫ് കെമിക്കൽസ് വന്നാൽ മാത്രമല്ലേ നമുക്കിതൊക്കെ പ്രോസസ്സിങ് നടക്കുകയുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് അവർ ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ഇത്ര നേരം നമുക്ക് പുള്ളി ക്ലാസ് എടുത്തു, എങ്ങനെയൊക്കെയാണ് അതിന് മുകളിലുള്ള കെമിക്കൽസ് അവർ പ്രിപ്പയർ ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് എന്നൊക്കെ പുള്ളി പറഞ്ഞു തന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. പോളിസ്റ്റർ ബേസ് എന്നാണ് ശരിക്കും ഇതിനെ പറയുന്നത്. സ്ട്രോങ് ആൻഡ് സ്റ്റേബിൾ ഫോർ പോസിറ്റീവ് ഫിലിം. നെഗറ്റീവ് ഫിലിമിന് അസറ്റേറ്റ് ബേസും ഉപയോഗിക്കും. ഈ കാണുന്ന പ്ലാസ്റ്റിക് ഷീറ്റിൽ കെമിക്കൽസ് ഒക്കെ വെച്ച് പ്രോസസ്സ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഫോട്ടോഗ്രാഫ് ഫിലിമൊക്കെ പണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇനി മുകളിലോട്ടൊക്കെ കൊണ്ടുപോവുക, തലയൊക്കെ അവിടെ ഇവിടെയൊക്കെ മുട്ടായിരിക്കാൻ വേണ്ടിയാണ് നമുക്ക് ഹെൽമെറ്റ് തന്നത്. കാരണം ഇവിടെ പല സ്ഥലത്തും ഹൈറ്റ് കുറവാണ്, ഉയരം കുറവാണ്. ഇതൊക്കെ ഈ പ്രോസസ്സിങ് നടക്കുന്ന സ്ഥലങ്ങളാണ്. എനിക്ക് തടിയുടെ സംഭവങ്ങളാണ് കേട്ടോ. ഇതൊക്കെ സെറ്റിംഗ് സോൺ. അതായത് ഈ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞിട്ട് ഇത് സെറ്റാവണമല്ലോ, സെറ്റാക്കുന്നതിന് വേണ്ടിയുള്ള ഓരോരോ തടിപ്പെട്ടികളൊക്കെയാണ് ഈ കാണുന്നത്. ഇത് ഇവിടെയൊക്കെ പണ്ട് കാലത്ത് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം ഇത് നമുക്ക് ഡെമോൺസ്ട്രേഷൻ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇവർ യൂസ് ചെയ്യുന്നത്. ഇതിനകം തണുപ്പായിരിക്കും. 6 ഡിഗ്രി സെൽഷ്യസിലാണ് ഇതിനകം സൂക്ഷിച്ചിരിക്കുന്നത്. തണുത്ത കാറ്റിങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ. സമയം 5:30 മണിയായി. നമ്മൾ ടൂറെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ തിരിച്ച് ടോക്കിയോയിലേക്ക് പോവാണ്. ഇനി ഇവിടെ 2 മണിക്കൂർ യാത്രയുണ്ട്. നമ്മൾ ലേറ്റായി എത്താനായിട്ട്. 5:30 ആയപ്പോഴും ഇവിടെ ഇരുട്ടി, മഴയാണ് ഇപ്പോഴും. സോ ലെറ്റ്സ് ഗോ ബാക്ക് ടു ടോക്കിയോ. നമ്മുടെ ഇന്നത്തെ ടൂറെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഹോട്ടലിലെത്തി. ഞാൻ ട്രെയിൻ എടുത്ത് നമ്മൾ ഷിൻജുക്കു ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. ഷിൻജുക്കു ഏരിയയിൽ രാത്രിയിൽ വെറുതെ ഒന്ന് കറങ്ങി നടക്കാൻ വേണ്ടി വന്നതാണ്. ഇന്ന് ഭയങ്കര തണുപ്പാണ്. ഞാനിട്ടിരിക്കുന്ന ഈ സാധനമൊന്നും ഇതൊന്നും പറ്റില്ല. അയ്യോ ഒന്നും പറയണ്ട, ഇന്ന് നല്ല തണുപ്പുണ്ട്. ഇന്നലത്തെ പോലെ അല്ല. ഇന്നലെയാണ് ജാക്കറ്റ് പോലും ഇല്ലാണ്ട് പുറത്തിറങ്ങി നടക്കായിരുന്നു. രാത്രി ആകുമ്പോഴത്തേക്കിനും ഈ ഒരു സ്ട്രീറ്റൊക്കെ ആകെ ലൈറ്റപ്പൊക്കെ ചെയ്ത് ഫുള്ള് നല്ല വൈബാവുന്ന സ്ഥലങ്ങളാണ്. ഇത് കണ്ടില്ലേ, അതൊക്കെ എന്ത് ഭംഗിയാന്ന് നോക്കുക. അതൊക്കെ അതൊരു ഗെയിം സ്റ്റേഷനാണ്, അത്ര ഗെയിം സ്റ്റേഷൻ. പിന്നെ ഇവിടെയുള്ള ഈ ഡിസ്പ്ലേ ബോർഡുകളൊക്കെ കണ്ട, നല്ല കിടുക്കാച്ച് ഡിസ്പ്ലേ ബോർഡുകളും അതും ഇതുമൊക്കെ ആയിട്ട് വലിയ വലിയ കെട്ടിടങ്ങളുടെ അങ്ങ് മേളി വരെ ലൈറ്റ്സപ്പൊക്കെ ചെയ്ത് നല്ല ഭംഗിയാട്ടോ. നല്ല ഒരു നമുക്ക് ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കിനും നമ്മൾ ഈ ടി വിയിലും വീഡിയോസിലൊക്കെ ന്യൂയോർക്കിലെ ടൈം സ്ക്വയർ ഒക്കെ കണ്ടിട്ടില്ലേ, ഏകദേശം അതേപോലെയൊക്കെ പല സ്ഥലങ്ങളും നമുക്ക് ഫീൽ ചെയ്യും. നമുക്കൊന്ന് തേരാപ്പാര ഒന്ന് കറങ്ങി നടന്നിട്ട് എന്തൊക്കെയാണ് ഇവിടുത്തെ വ്യത്യസ്തമായ ദൃശ്യങ്ങൾ എന്ന് നമുക്കൊന്ന് കാണാം. നമ്മൾ ഈ റോഡിൻ്റെ അണ്ടർപാസിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ മേളിൽ കൂടി ഒരു റോഡാണ് പോകുന്നത്. ഈ അണ്ടർപാസിൽ നമുക്ക് ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ബ്യൂറോ, പിന്നെ കോയിൻ ലോക്കേഴ്സ്, പിന്നെ കുറേ കച്ചവട സ്ഥാപനങ്ങൾ. ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും ഇവിടെ ഒരു കോഫി ഷോപ്പ്, റെസ്റ്റോറൻറ്റ്. ശരിക്കും റോഡിൻ്റെയൊക്കെ അണ്ടർപാസ് പോലും അടിഭാഗം പോലും ഏത് തരത്തിൽ വരുമാനം ലഭിക്കുന്ന രീതിയിൽ കൊണ്ടുപോകാം അല്ലെങ്കിൽ മെച്ചപ്പെടുത്താം എന്നൊക്കെയാണ് നമുക്ക് ഇവർ കാണിച്ചു തരുന്നത്. നമ്മുടെ നാട്ടിൽ ഇതുപോലെയൊക്കെ പല സംഭവങ്ങളും ചെയ്യാവുന്നതാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ ഇഷ്ടംപോലെ റോഡിൻ്റെ അടിയിൽ അണ്ടർപാസുകളുണ്ട്. ഇതുപോലെയുള്ള വലിയ തിരക്കില്ലാത്ത സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പല സംരംഭങ്ങളും ആരംഭിക്കാനായിട്ട് കോർപ്പറേഷനോ പഞ്ചായത്തിനോ ആർക്കാന്ന് വെച്ചാൽ വാടകയ്ക്ക് കൊടുക്കാനൊക്കെ പറ്റും. ഈ വഴി കാണുമ്പോഴത്തേക്കിനും പെഡസ്ട്രിയൻ സ്ട്രീറ്റ് ആണെന്ന് വിചാരിക്കരുത്. ഇതിനിടയ്ക്കൂടെ വണ്ടി പോകുന്ന സ്ഥലമാണ്. അപ്പുറത്തുള്ള ഫുട്പാത്തിൽ കൂടെയാണ് ആളുകൾ നടക്കുന്നത്. ഇത്തരത്തിൽ ധാരാളം റെസ്റ്റോറൻറ്റുകൾ, കുറേ റെസ്റ്റോറൻറ്റുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതൊക്കെ റെസ്റ്റോറൻറ്റ്സ് ആണ്
തിരക്കാണ്. എല്ലാ റെസ്റ്റോറൻറ്റുകളിലും തിരക്കുണ്ട്. നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന ഡോക്കോമോ ഇല്ലേ, അത് ഈ ഡോക്കോമോ ആണെന്ന് എനിക്കറിയത്തില്ല. പണ്ട് ടാറ്റ ഡോക്കോമോ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നല്ലോ. ഇവിടെ NTT ഡോക്കോമോ എന്ന് പറഞ്ഞൊരു സാധനം കാണാം. തണുപ്പാണേലും ഒറ്റയ്ക്ക് ഈ തെരുവുകളിലൂടെ നടക്കാനായിട്ട് ഒരു പ്രത്യേക ഫീലാട്ടോ. തണുപ്പെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. കണ്ടോ, 10 ഡിഗ്രി താഴെയാണ്, 8 7 അങ്ങനെ കണ്ടാണ്. ചൈനീസ് റെസ്റ്റോറൻറ്റൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ചൈനീസ് ഉണ്ട്, കൊറിയൻ ഉണ്ട്, ജാപ്പനീസ് ഉണ്ട്, ഇന്ത്യൻ ഉണ്ട്, കുറേ റെസ്റ്റോറൻറ്റുകളുണ്ട്. റെസ്റ്റോറൻറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ തരത്തിലുള്ള ഫുഡ് വേണം അതെല്ലാം കിട്ടും. എത്ര തിരക്കുണ്ടെങ്കിലും എത്ര തിരക്കിലൂടെ നടന്നാലും നമ്മളെ ആരും ഒന്ന് തട്ടും മുട്ടുമൊന്നുമില്ല. നമ്മൾ ചില സ്ഥലത്തൊക്കെ നമ്മൾ നടക്കുമ്പോഴേക്കും നമ്മളെ ആൾക്കാരിങ്ങനെ വന്ന് ഇടുക്കി തട്ടുകയൊക്കെയില്ലേ, പക്ഷേ ഇവിടെ ആവുന്നില്ല. എല്ലാവരും വളരെ കെയർഫുള്ളായിട്ടാണ് നടക്കുന്നത്. ഇനി ആരെങ്കിലും നമ്മൾ പോയി തട്ടിയാൽ നമ്മളെ പോയി തട്ടുള്ളൂ, നമ്മളെ ആരും ഇങ്ങോട്ട് വന്ന് തട്ടില്ല. അത് ഇതുപോലുള്ള രാജ്യങ്ങളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. ഭയങ്കര കെയർഫുള്ളായിട്ടാണ് ആൾക്കാർ നടക്കുന്നത്. നമ്മളാണ് ഭയങ്കര കെയർലെസ് ആയിട്ട് നടക്കുന്നത്. ഇത് ബിഗ് ക്യാമറ എന്ന് പറഞ്ഞൊരു ഷോപ്പാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ പോയില്ലായിരുന്നോ, യോധബാഷി. അതേപോലെ തന്നെ ബിഗ് ക്യാമറ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഒരു ഇലക്ട്രോണിക് സ്റ്റോറാണ്. ഇവിടെയൊക്കെ ടാക്സ് ഫ്രീ ഷോപ്പിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ടാക്സ് ഫ്രീ ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡ്യൂട്ടി ഫ്രീ സാധനം വാങ്ങിക്കുമ്പോൾ ഒരു സീൽഡ് കാറിലിട്ട് തരില്ലേ, അതേപോലെ ഒരു സീൽഡ് കാറിന് ഇട്ടായിരിക്കും തരുന്നത്. അത് നമ്മൾ പൊട്ടിക്കാൻ പാടില്ല. ജപ്പാൻ വിടുന്നവരെ, ജപ്പാൻ വിട്ട് കഴിഞ്ഞിട്ട് അത് പൊട്ടിക്കാൻ പാടില്ല, ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട്. അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ അവർ ടാക്സ് ചോദിച്ചാൽ കൊടുക്കേണ്ടി വരും. ഹലോ ഗൈസ്, നോക്കൂ, ഇവിടുത്തെ ആപ്പിൾ സ്റ്റോറാണ്. പക്ഷേ ഇവിടുത്തെ ആപ്പിൾ സ്റ്റോറിൽ നമ്മുടെ പുതിയ സാധനം വന്നിട്ടില്ല ഗൈസ്, ആപ്പിൾ വിഷൻ പ്രോ. അതുണ്ടെങ്കിൽ ഇവിടെ ഇടിയായിരുന്നിരിക്കണം. നമുക്കതൊന്നും ഇവിടെ കാണുന്നില്ല. അത് ജപ്പാനിൽ ഇറങ്ങിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഡെമോയ്ക്ക് പോലും ഒരു പീസ് ഇവിടെ എവിടെയും വെച്ചിട്ടില്ല. ഞാൻ കുറേ നോക്കി. മെറ്റയുടെ സാധനം മാത്രമുണ്ട് പല കടയിലും, വേറെ ഒന്നുമില്ല. ഈ കാണുന്ന ബിൽഡിംഗ് കണ്ട, ഇത് മൊത്തം ലൂയി വിട്ടണാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അതിൻ്റെ മേളിൽ വരെ പരസ്യം വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. താഴത്തെ 2 ഫ്ലോർ മാത്രമാണ് ലൂയി വിട്ടൺ. ഞാനിവിടെ കുറേ നേരം കറങ്ങി തിരിഞ്ഞ് ഇപ്പോൾ തിരിച്ച് ഹോട്ടലിലേക്ക് തിരിച്ചു പോകണം. സമയം രാത്രി 11:50 ഏകദേശം. അവസാനത്തെ ട്രെയിനോ മറ്റോ ആണിത്. സെക്കൻഡ് ലാസ്റ്റ് ട്രെയിൻ ആണെന്ന് തോന്നുന്നു. റെഡ് ട്രെയിൻ. ഇതിൽ കയറി കഴിഞ്ഞാൽ ഹോട്ടലിൽ എത്താം എന്നാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. പോയി നോക്കാം. അടിപൊളി ട്രെയിനാണല്ലോ, പൊളിച്ച്. ഞാൻ എൻ്റെ ഹോട്ടലിൻ്റെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. അക്കസാക്ക ഗേറ്റ്. ആ എസ്കലേറ്റർ കയറാൻ പോലും ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട. ഈ ചെറിയൊരു എസ്കലേറ്റർ കയറണമെങ്കിൽ പോലും ആൾക്കാർ ക്യൂ നിൽക്കും. എന്നിട്ട് എല്ലാവരും ഇടതുവശത്ത് ചേർന്ന് നിൽക്കും. കാരണം വലതുവശം എന്ന് പറയുന്നത് നടന്നു കയറി പോകുന്നവർക്ക് വേണ്ടിയുള്ളതാണ്, ധൃതിയുള്ളവർക്ക്. അത് ഈ അച്ചടക്കം, പങ്ക്ച്വാലിറ്റി കണ്ടോ, കയറി പോകുന്നുണ്ട് അവർ. നമ്മൾ വലതുവശത്ത് നിൽക്കില്ല, ചുമ്മാ നിൽക്കുന്നവർ ഇടതുവശത്ത് നിൽക്കും. ഈ അച്ചടക്കം, പങ്ക്ച്വാലിറ്റി ഇവരെ സമ്മതിച്ചുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ഡേ മോർണിംഗ്. ഇന്നലെ രാത്രി ഞാൻ ഒരു 12:30 റൂമിൽ വന്നപ്പോഴത്തേക്കും ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇവിടെ എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒരു ക്വിക്ക് റൗണ്ട് അങ്ങോട്ട് കാണിച്ചു തരാം. കാര്യമായിട്ട് അങ്ങനെ വലിയ സംഭവങ്ങളൊന്നുമില്ല. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റുകളൊക്കെ തന്നെയുള്ളൂ. ഐ ജസ്റ്റ് ഷോ യു അറൗണ്ട്. രാവിലെ തന്നെ പെപ്സിയും കൊക്കക്കോളയൊക്കെ കുടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അത് കാണുമ്പോൾ എനിക്കും കുടിക്കാൻ തോന്നുന്നു. സ്റ്റീംഡ് റൈസ്, പിന്നെ ഒറിജിനൽ കറി എന്ന് പറയുമ്പോഴത്തേക്കിനും അത് ബീഫ്, പോർക്ക്, അങ്ങനെ പല ടൈപ്പ് സംഭവങ്ങളൊക്കെയുള്ള മിക്സഡ് മീറ്റ് കറിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ജാപ്പനീസ് സാധനമാണ്. പിന്നെ റൈസ് പൊറിഡ്ജ്, മിസോ സൂപ്പ്, പിന്നെ ബോയിലോൺ സൂപ്പോ അങ്ങനെ എന്തോ ഒരു സാധനമുണ്ട്. പിന്നെ ഇവിടെ കുറേ ഇത്തരത്തിലുള്ള ക്രോസോണ്ട്, ബ്രെഡ്സ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബ്രെഡ്. അതും വളരെ കുറച്ചേ ഉള്ളൂ, ലിമിറ്റഡ് സാധനമാണ്. പിന്നെ ഇവിടെ ഫ്രൂട്ട് സലാഡും വെജിറ്റബിൾ സലാഡും ഉണ്ട്. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ സോസേജസ്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ പുഴുങ്ങിയ ബ്രോക്കോളി, പുഴുങ്ങിയ മുട്ട, പിന്നെ ചായ, കാപ്പി, ജ്യൂസ്. ഇത്രേ ഉള്ളൂ. വളരെ ലിമിറ്റഡ് ബ്രേക്ക്ഫാസ്റ്റാണ്. കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ നമുക്ക് കഴിക്കാനുള്ളത് കിട്ടും. അങ്ങനെ എന്തൊക്കെയോ ഫുഡെല്ലാം കൂടെ കഴിച്ച് അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നാളെ എന്താ പരിപാടി എന്നല്ലേ? നാളെ ഒരു കിഡിലൻ സംഭവം ഉണ്ട് ഗൈസ്. അതെന്താണെന്നുള്ളത് ഞാൻ നാളെ പറയാം. നാളത്തെ വീഡിയോയിൽ നിങ്ങൾ കാത്തിരുന്ന് കണ്ടാൽ മതി. ഓക്കെ, 2 ദിവസം കൂടെ നിങ്ങൾ ടെക് വീഡിയോസ് സഹിക്കണം. അത് കഴിഞ്ഞിട്ട് വിൽ കണ്ടിന്യൂ ദ ട്രാവൽ.